വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ തലേ ശ്രീമതേ ദേവതാക സ്വാമിനേ നാമിനേ നമാചാര്യപദായ നിതായ കൃപാകൃതായിനേ ഗൗരകഥാധാമദായ മകരഗ്രാമകാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ തലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നാമിനേ നമസ്തേ സരസ്വതേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദേ പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. മൂകം കരോതി വാചാലം ഭംഗും ലംഘയതേ യത്കൃപാന്തമഹോ വന്ദേ ശ്രീഗുരും ദീനനാഥം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നീലാചല നിവാസായ നിത്യനായ പരമാത്മനെ ശ്രീബലഭദ്ര സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് 1874 വരെയാണ് എടുത്തത്. അതില് സഞ്ജയൻ പറയുന്നുണ്ട്, എവിടെ ധർമ്മമുണ്ടോ അവിടെ കൃഷ്ണനുണ്ട്, അതുപോലെ തന്നെ ഭഗവാൻ ജയവുമുണ്ട്. അപ്പം ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധ ഭക്തരുടെ കാൽപ്പാടുകളെ പിന്തുടരണം. എന്ന് വെച്ചാല് ശുദ്ധ ഭക്തരെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഏതല്ല നമുക്കും ശുദ്ധഭക്തരുടെ തലത്തിൽ എത്തിച്ചേരാന് സാധിക്കും. ഭഗവാനെ നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാന് സാധിക്കും. ഇവിടെ കുരുക്ഷേത്ര യുദ്ധകളത്തിൽ നടന്ന സംഭാഷണം, രണ്ട് മഹാത്മാക്കൾ തമ്മിലുള്ള വെറുതെ ഒരു സംഭാഷണമായിരുന്നില്ല അത്. ഇങ്ങനെയുള്ള ഒരു സംഭാഷണം ഇതിനു മുൻപ് ഉണ്ടായിട്ടുമില്ല, ഇനിയും ഉണ്ടാകാന് ഇല്ല എന്ന് സഞ്ജയൻ ഇവിടെ തീർത്തും ധൃതരാഷ്ട്രനോട് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സഞ്ജയന് യുദ്ധകളത്തിൽ നടക്കുന്ന സംഭാഷണങ്ങൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാനും കേൾക്കാനും സാധിച്ചു. ആരുടെ കൃപ കൊണ്ടാണ്? തന്റെ ഗുരുവായ വ്യാസദേവന്റെ കൃപ കൊണ്ട്. നമുക്കറിയാം വ്യാസദേവൻ ആരാണ്? ഭഗവാന്റെ ശക്തി ആവേശ അവതാരമാണ്. അങ്ങനെയുള്ള ഒരു മഹത്തായ ഗുരുവിനെയാണ് ആർക്ക് കിട്ടിയത്? സഞ്ജയന് കിട്ടിയത്. അപ്പൊ 73-ാമത്തെ ശ്ലോകം വരെ രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണങ്ങളായിരുന്നു. പിന്നീട് 74 മുതൽ സഞ്ജയനാണ്, 78 വരെ സഞ്ജയൻ തന്നെയാണ് പറയുന്നത്. മുഖ്യമകംബരം യോഗം യോഗേശ്വര കൃഷ്ണൻ സാക്ഷാത് കഥേത സ്വയം. വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് സഞ്ജയനെ ഇതെല്ലാം കാണാനും അതായത് വിശ്വരൂപം പോലെ കാണാനും സഞ്ജയന് സാധിച്ചു. അത് തന്റെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇപ്പൊ ഇവിടെ പറയുകയാണ്, യോഗേശ്വരനായ കൃഷ്ണൻ തന്റെ അർജുനനെ പരമരഹസ്യമായി യോഗം ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാൻ ഇടവന്നു. സഞ്ജയന്റെ ആധ്യാത്മിക ഗുരുവാണ് വ്യാസൻ. ഭഗവാനെ തനിക്ക് അറിയാൻ സാധിച്ചത് വ്യാസപ്രസാദം കൊണ്ടാണെന്ന് സഞ്ജയൻ സമ്മതിക്കുന്നു. അപ്പൊ നമ്മളും നമ്മളുടെ ജീവിതത്തില് ഒരു ഗുരുവിന്റെ സമ്പർക്കം, ഒരു സാന്നിധ്യം നമുക്കുണ്ടായാൽ ഗുരുവിൽ കൂടി നമ്മൾക്കും ഭഗവാനെ മനസ്സിലാക്കാന് നമുക്കും സാധിക്കും. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടേണ്ടത് നേരിട്ടല്ല. നമുക്കൊരിക്കലും ഭഗവാനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് അതിനുള്ള യോഗ്യതയില്ല.
അതിനുള്ള ട്രാൻസ്പെറന്റുമായ മീഡിയമാണ് ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. ആധ്യാത്മിക ഗുരു ഭഗവാന്റെ തന്നെ മാനിഫെസ്റ്റഡ് റെപ്രസെന്റേറ്റീവ് ആണ്. അതായത് ഭഗവാന്റെ ഒരു പ്രതിനിധിയാണ് ആരെ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനെ ബഹുമാനിക്കുന്ന അതേ തരത്തില് നമ്മുടെ ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ ബഹുമാനിക്കണം. ആ ഗുരു കൃപയുണ്ടെങ്കിൽ നമുക്ക് ഭക്തിമാർഗത്തില് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാന് നമുക്ക് സാധിക്കും. അനുഭൂതി നേരിട്ട് തന്നെയെങ്കിലും സുതാര്യമായ മാധ്യമമായി ആധ്യാത്മിക ഗുരു നിലകൊള്ളുന്നുണ്ട്. ഇതാണ് ശിഷ്യ പരമ്പരയുടെ രഹസ്യം. ആ പരമ്പരയിൽപ്പെട്ട ഓരോ ഗുരുക്കന്മാരും ഭഗവാന്റെ പ്രതിനിധികളാണ്. ആചാര്യൻ തികച്ചും വിശ്വാസിയനാണെങ്കിൽ അർജുനൻ എന്ന പോലെ ഭഗവത്ഗീത നേരിട്ട് തന്നെ കേൾക്കാം. ഈ ലോകത്തിൽ ജ്ഞാനികളും യോഗികളും ഒട്ടേറെയുണ്ട്. പക്ഷെ എല്ലാ യോഗത്തിന്റെയും സൂത്രധാരകൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ യോഗയോടും നിന്ന് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. കർമ്മയോഗമായാലും ജ്ഞാനയോഗമായാലും അഷ്ടാംഗയോഗം എല്ലാം തന്നെ ആരിൽ നിന്ന് വന്നു? ഭഗവാനിൽ നിന്ന് വരുന്നുണ്ട്. ഭഗവത്ഗീത കൃഷ്ണൻ ഉപദേശം എന്താണെന്ന് സ്പഷ്ടമാക്കുന്നു. കൃഷ്ണനെ സ്വയം സമർപ്പിക്കുക എന്നതാണത്. അങ്ങനെ ആത്മാർപ്പണം ചെയ്യുന്നവനാണ് യോഗികളിൽ വെച്ച് ഉത്തമനെന്ന അവസാനത്തിൽ, അതായത് യോഗിനാമപി സർവേഷാം അത്കതേതന്തരാത്മന എന്നാരംഭിക്കുന്ന ശ്ലോകവും സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഭഗവത്ഗീത പോലുള്ള മഹത്തായ ശാസ്ത്രങ്ങൾ നമ്മൾ ആരിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്? പരമ്പരയിൽപ്പെട്ട ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് നമ്മള് മനസ്സിലാക്കണം. ഭഗവത്ഗീത എന്ന് പറയുന്നത് വെറും ഒരു ചരിത്രമോ അല്ലെങ്കിൽ വേറൊന്നുമല്ല. അതൊരു ശാസ്ത്രമാണ്. മഹത്തായിട്ടുള്ള ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ ഇല്ലാത്തത് നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. അതേസമയം മറ്റെവിടെയും കാണാത്ത കാര്യങ്ങൾ നമുക്ക് ഭഗവത്ഗീതയിലെ കാണാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ യുദ്ധകളത്തില് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അർജുനനും ദുര്യോധനനും ആരെ കാണാൻ വന്നിരുന്നു? ഭഗവാനെ കാണാനായിട്ട് വന്നിരുന്നു. പക്ഷെ ആദ്യം ആരെ എത്തിയത്? ദുര്യോധനനാണ്. അർജുനനാണ് ആദ്യം എത്തിയത്. ആ സമയത്ത് ഭഗവാൻ ഉറങ്ങുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുകയല്ല, ഉറക്കം തനിക്കുകയായിരുന്നു. പക്ഷെ അർജുനൻ എന്ത് ചെയ്യുന്നു? കാൽക്കൽ ഒന്നും ഇട്ടാതെ ഉയരുന്നത് വരെ ഭഗവാന്റെ കാൽക്കലിരുന്നു. ദുര്യോധന്റെ കാൽക്കൽ വന്ന് തലയ്ക്കലാണ്ടിരുന്നു. കാരണം കണ്ണു തുറന്നാൽ എന്നെ ആദ്യം കാണണം, എനിക്ക് ആദ്യം സഹായം ആവശ്യപ്പെടണം എന്ന് കരുതി. പക്ഷെ നമ്മള് കണ്ണു തുറന്നാൽ നമ്മള് കാൽക്കൽ ഇരിക്കുന്ന ആളിനെയാണ് നമ്മൾ ആദ്യം കാണുക. അപ്പൊ ഭഗവാന് അർജുനനെ കണ്ടു. അപ്പൊ അർജുനനോട് ചോദിച്ചു, എന്താ നീ വന്നത്? എന്തിനാണ് വന്നത്? എന്താണ് കാര്യം? അപ്പൊ അർജുനൻ പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാന്, യുദ്ധത്തിലെ അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാന് സഹായിക്കാം, പക്ഷെ ഞാന് ആയുധം എടുക്കില്ല, ഞാൻ യുദ്ധം ചെയ്യുകയുമില്ല. അപ്പം എന്നെ വേണോ, എന്റെ സൈന്യം വേണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അർജുനൻ പറഞ്ഞു, എനിക്ക് സൈന്യം വേണ്ട, അങ്ങ് യുദ്ധം ചെയ്യേണ്ട, അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്നാൽ മാത്രം മതിയെന്ന്. അപ്പൊ ഇത് കേട്ടിട്ട് ദുര്യോധനന് വളരെയധികം സന്തോഷമായി. ഭഗവാൻ ഒറ്റയ്ക്കല്ലേ അർജുനന് കിട്ടുള്ളൂ. ഒറ്റയ്ക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം? ഭഗവാന്റെ സൈന്യം മുഴുവൻ എനിക്ക് വേണം. അത് കേട്ട് ദുര്യോധനൻ പറഞ്ഞു, അങ്ങ് വേണ്ട, അങ്ങയുടെ സൈന്യം മതി ഞങ്ങൾക്ക് എന്ന്. ദുര്യോധനൻ എന്താ വിചാരിച്ചത്? സൈന്യത്തെ കിട്ടിയാലേ നമുക്ക് വിജയിക്കാമെന്ന്. ഭഗവാന്റെ സൈന്യമല്ലേ, അതുകൊണ്ട് വിജയം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉണ്ടാവും എന്ന്. ഭഗവാൻ എത്രമാത്രം ശക്തിമത്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആർക്കില്ലാതെ പോയി? ദുര്യോധനന് ഇല്ലാതെ പോയി. ഭഗവാൻ അത് സമ്മതിച്ചു. എന്റെ സൈന്യമൊക്കെ ആർക്ക് കൊടുക്കാം? ദുര്യോധനന് തരാം, ഞാന് നിങ്ങളോടൊപ്പം നിൽക്കാം. അപ്പം നമുക്കറിയാം ദുര്യോധനന്റെ കാര്യമില്ല. ധൃതരാഷ്ട്രര് അന്ധനാണ്, കണ്ണു കാണത്തില്ല. അതുകൊണ്ട് ധൃതരാഷ്ട്രൻ സിംഹാസനത്തിൽ ഇരിക്കുന്നുവെങ്കിലും ഭരണം നടത്തുന്നത് ആരാണ്? ദുര്യോധനനാണ്. ഭീഷ്മ പിതാമഹന്റെ എല്ലാ തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുമെങ്കിലും ദുര്യോധനൻ പറയുന്നത് അനുസരിച്ചിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരിക്കൽ പോലും ദുര്യോധനനെ തിരുത്താന് ധൃതരാഷ്ട്രർ തയ്യാറായിട്ടില്ല. എന്ത് നീച പ്രവൃത്തി ചെയ്താലും ഉള്ളുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതേസമയം പാണ്ഡവരാണെങ്കിലും അങ്ങേയറ്റം ധർമ്മിഷ്ഠരാണ്. യുധിഷ്ഠിരന് ധർമ്മിഷ്ഠനാണ്, ധർമ്മത്തിന്റെ പക്ഷത്താണ് നിന്നിരുന്നത്. അപ്പൊ ഭഗവാന് തീർച്ചയായിട്ടും മനസ്സിൽ കരുതിയിരുന്നു. കാരണം
ഈ ഒരു രാജ്യത്തിന് ഐശ്വര്യം വരണമെങ്കിൽ, സമാധാനം ഉണ്ടാകണമെങ്കിൽ എങ്ങനെയുള്ള ഒരു ഭരണം നടത്തണം? ധർമ്മിഷ്ഠരായിട്ടുള്ള ആൾക്കാരെ ഭരണം നടത്തിയെങ്കിൽ മാത്രമേ ആ രാജ്യത്തെ സമാധാനം നിലനിർത്താനേ സാധിക്കുകയുള്ളൂ. എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങള് ആ രാജ്യത്ത് ഉണ്ടാകണമെങ്കിൽ ഭരിക്കുന്ന ഭരണാധികാരികള് ധർമ്മിഷ്ഠരാകണം. ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കുഴപ്പങ്ങള് രാജ്യത്ത് സംഭവിക്കും. പ്രത്യക്ഷമായാലും മറ്റു തരത്തിലുള്ള പകർച്ചവ്യാധികള്, ദുരന്തങ്ങള്, ഇതൊക്കെ ഒരു ഭരണാധികാരിയുടെ പിടിപ്പുകളുടെ രാജ്യത്ത് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഭഗവാൻ ആഗ്രഹിച്ചു ഈ അധാർമികമായിട്ടുള്ള ഭരണത്തിന് തടയിടണം, അവസാനിപ്പിക്കണം. എങ്കിൽ മാത്രമേ സമാധാനമായിട്ടുള്ള ഒരു രാജ്യം നിലനിർത്താന് സാധിക്കുകയുള്ളൂ. അത് ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു കുരുക്ഷേത്ര യുദ്ധം, ആ രംഗം അവിടെ സജ്ജീകരിച്ചത്. ഭഗവാൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അർജുനൻ യുദ്ധം ചെയ്യാൻ അർജുനൻ ഒരിക്കലും മടി കാണിക്കില്ല. ഒരു തരത്തിലും പുറകോട്ട് പോവില്ല അർജുനൻ. ധീരനായിട്ടുള്ള ഒരു പോരാളിയാണ്. അത് തന്നെയും അല്ല, അർജുനന്റെ കയ്യിലെ ഗാന്ധിയമുണ്ട് താനും. അത് ഉള്ളിടത്തോളം അർജുനനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. നിഷ്പ്രയാസം ഈ ദുര്യോധനാദികളൊക്കെ കൗരവരെ മൊത്തം, അല്ലെങ്കിൽ ദുഷ്ടരെ മൊത്തം നശിപ്പിക്കാൻ സാധിക്കും. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. അത് ഈ ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ അതാണ്. പരിത്രാണായ സാധുവിനം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവയുടെയുടെ, അതായത് ദുഷ്ടരെയൊക്കെ ഇല്ലാതാക്കി രാജ്യത്തെ ധർമ്മം പുനഃസ്ഥാപിക്കണം, തന്റെ ഭക്തരെ, സാധുക്കളെ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചത്. അപ്പൊ അവതാര ഉദ്ദേശം നടക്കണമെങ്കിൽ ഇങ്ങനെ ഒരു രംഗം സജ്ജീകരിച്ചെങ്കിൽ മാത്രമേ ദുഷ്ടന്മാരെ തീർത്തും ഉന്മൂലനം ചെയ്യാന് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് കുരുക്ഷേത്ര യുദ്ധം നടപ്പിലാക്കിയത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞ ശ്ലോകത്തിൽ. അർജുനൻ പറയുന്നുണ്ട് അങ്ങയുടെ ഉദ്ദേശം എന്നെ കൊണ്ട് നടത്തിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങെന്ത് പറയുന്നു ഞാൻ അത് അനുസരിക്കാം. കരുഷേ വചനം തവ. നമ്മള് ഭഗവത്ഗീതയാണ് ആദ്യം മുതൽ നമ്മള് ഈ ഇത്രയും അധ്യായങ്ങളില്, 18 അധ്യായങ്ങളില് 17 വരെ നമ്മൾ കണ്ടതാണ്. ഓരോ അധ്യായം മുന്നോട്ട് പോകുന്നു, താടിക്ക് കൈ കൊടുത്ത് ദുഃഖിച്ചിരുന്ന അർജുനന്റെ ആ ഭാവം മാറി മാറി അർജുനൻ അവസാനം കരുഷേ വചനം തവ എന്ന് പറഞ്ഞ് വെറുതെ പറയുക മാത്രമല്ല, തന്റെ ഗാന്ധികമെടുത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറായി എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ അർജുനനെയാണ് നമ്മൾ കണ്ടത്, ഇല്ലേ? ആദ്യത്തെ മട്ടൊക്കെ മാറി അർജുനൻ വളരെ ഉഷാറായി. വെറും 45 മിനിറ്റാണ് ഭഗവത്ഗീത ഉപദേശിച്ചത്. ആ 45 മിനിറ്റ് കൊണ്ട് അർജുനന്റെ അലസതയൊക്കെ മാറ്റി അർജുനനെ ഉഷാറാക്കി എടുക്കാന് ഭഗവാന് സാധിച്ചു. പക്ഷെ നമ്മൾ 45 വർഷം ഈ ഭഗവത്ഗീത വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താലും നമ്മളിൽ എന്തെങ്കിലും പരിവർത്തനം ഉണ്ടാകുന്നുണ്ടോ? നമ്മളും ധൃതരാഷ്ട്രരെ പോലെയാണ്. ധൃതരാഷ്ട്രർ ഇത്രയും കാര്യങ്ങൾ സഞ്ജയൻ എല്ലാം തന്നെ ഭഗവാൻ എന്ത് അർജുനന് പറഞ്ഞു കൊടുത്തു, അതെല്ലാം തന്നെ സഞ്ജയൻ ഹസ്തനപുരത്തെ കൊട്ടാരത്തിലിരുന്ന് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ധൃതരാഷ്ട്രത്തിൽ ഒരു മാറ്റവും വന്നില്ല. ആ മനോഭാവത്തിന് ഒരു വ്യത്യാസവും ഉണ്ടായില്ല. അതേപോലെയാണ് നമ്മൾക്കും. നമ്മൾ എത്ര തവണ ഭഗവത്ഗീത പഠിക്കുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. നമ്മൾ പിന്നെയും ഈ ഭൗതികതയില് മുഴുകി മുഴുകി ഇരിക്കുകയാണ്. നമ്മൾ ഒരല്പം പോലും ഇതിൽ നിന്ന് വിട്ട് അപ്പുറം കിടക്കും പോലെ ഇതില് ഭഗവാന് കൊടുത്ത അർജുനന് കൊടുത്ത നിർദ്ദേശങ്ങൾ അർജുനന് മാത്രമല്ല നമ്മൾക്കും കൂടിയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊള്ളാന് നമ്മള് തയ്യാറാകണം. അപ്പൊ ഭഗവാൻ എല്ലാവരുടെയും ക്ഷേമം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും വെൽവിഷറാണ്. സുഹൃത്തം സർവഭൂതാന ജ്ഞാത്വാമം ശാന്തി മിച്ഛതി. എല്ലാവരുടെയും ഉള്ളില് പരമാത്മ രൂപത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാവരെയും ഒരു നമ്മളുടെ മുജ്ജന്മ പ്രാരബ്ധങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളെ ഒരു എങ്കിലും ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇവരെല്ലാവരും എത്രയും പെട്ടെന്ന് എന്റെ ധാമത്തില് എന്നോടൊപ്പം ഉണ്ടാവണം. എനിക്ക് സേവനം ചെയ്ത് ഞാൻ അനുഭവിക്കുന്ന ആനന്ദം അവരും അനുഭവിക്കണം എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, കൃഷ്ണന്റെ നേരിട്ടുള്ള ശിഷ്യനാണ് നാരദൻ. വ്യാസന്റെ ആധ്യാത്മിക ഗുരുവാണ് അദ്ദേഹം. അതിനാൽ അർജുനനെ പോലെ വിശ്വാസീയനാണ്. ശിഷ്യ പരമ്പരയിൽപ്പെട്ട വ്യാസൻ, സഞ്ജയനാകട്ടെ വ്യാസന്റെ ശിഷ്യനും. വ്യാസനാണ് സഞ്ജയന്റെ ആധ്യാത്മിക ഗുരു. ശക്തി ആവേശ അവതാരമാണ് ഭഗവാന്റേത്. വ്യാസദേവനാണ് എല്ലാ പുരാണങ്ങളും
ഉപനിഷത്തുകളും എല്ലാം എഴുതി. അവസാനം അതുകൊണ്ടൊന്നും വ്യാസദേവന് സംതൃപ്തി കിട്ടിയില്ല. അപ്പോൾ ഗുരുവായ നാരദ മഹർഷിയിൽ നിന്നും ഉപദേശം കിട്ടിയതിനനുസരിച്ചിട്ടാണ്, അതായത് ഇതിൽ ഈ അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയെങ്കിലും അതിലൊന്നും ഭഗവാനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നില്ല. അപ്പം ആധ്യാത്മിക ഗുരുവിന്റെ രൂപത്തില് നാരദ മഹർഷി വന്നിട്ട് വ്യാസദേവനെ ഉപദേശിക്കുകയാണ് ചെയ്തത്. നീ ഭഗവാനെ കുറിച്ചിട്ടൊന്നും എഴുതിയില്ല, അതുകൊണ്ടാണ് അങ്ങേക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കാത്തത്. ഭഗവാനെ കുറിച്ച് എഴുതും, ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച് എഴുതും, അങ്ങേക്ക് ആനന്ദം കിട്ടും. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം വ്യാസദേവന് രചിച്ചത്. അങ്ങനെയുള്ള വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ട് സഞ്ജയന് യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനുമുള്ള ആ കഴിവ്, ദിവ്യ ദൃഷ്ടി കിട്ടി. അതിന്റെ ഫലമായിട്ട് ഭഗവാന്റെ വിശ്വരൂപം കാണാനും ആർക്ക് സാധിച്ചു? സഞ്ജയന് സാധിച്ചു. അതുകൊണ്ട് അതെല്ലാം ധൃതരാഷ്ട്രർക്ക് വർണ്ണിച്ചു കൊടുക്കാനും സാധിച്ചു. കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നവർക്ക് ഈ പരമരഹസ്യം സുഗ്രാഹ്യമാകും. ശിഷ്യ പരമ്പരയിൽ പെടാത്തവർക്ക് കൃഷ്ണന്റെ വാക്കുകൾ കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. തന്മൂലം അവരുടെ ജ്ഞാനം ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം അപൂർണമായിരിക്കും. അപ്പൊ നമ്മള് ശരിയായിട്ടുള്ള ഗുരു പരമ്പരയിൽ നിന്ന് ഭഗവത് ജ്ഞാനം സ്വീകരിച്ചില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് അപൂർണമാണ്. പരമ്പരയിൽപ്പെട്ട ഗുരുക്കന്മാരിൽ നിന്ന് വേണം എപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആധ്യാത്മിക ജ്ഞാനം സ്വീകരിക്കാൻ. 4-ാം അധ്യായത്തിൽ പറയുന്ന ദേവം പരമ്പരാ പ്രാപ്തം ഇവ രാജർഷ്യോ വിഭോ സ കാലേ നിയമ മഹതായ യോഗ നഷ്ടപരന്തവ. ഇതൊക്കെ തന്നെ ഭഗവാന് നേരത്തെ ഉപദേശിച്ചതാണ് അല്ലേ? മനുവിന് കൊടുത്തു, മനു ഇക്ഷ്വാകുവിന് കൊടുത്തു, അങ്ങനെ പരമ്പരയായിട്ട് കൈമാറി വന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് അത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അർജുനനിൽ കൂടി വീണ്ടും അത് ആരംഭിക്കുകയാണ് ഗീതോപദേശം. ഇപ്പൊ ഭഗവാന് എല്ലാത്തിനെയും കുറിച്ച് കൃഷ്ണന് പറഞ്ഞു കൊടുത്തു, എല്ലാ ജ്ഞാനവും കൊടുത്തു, എല്ലാ യോഗങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. അപ്പം ഇതിന്റെ എല്ലാം നാഥനാരാണ്? ഇതെല്ലാം നിഗൂഢമായിട്ടുള്ള ജ്ഞാനങ്ങളാണ്. ആ നിഗൂഢമായിട്ടുള്ള ജ്ഞാനത്തിന്റെ ഉറവിടമാരാണ്? ഭഗവാനാണ്. എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അതായത് വേദാഹം സമതീതാനി വർത്തമാനീച്ച ഭാരത, അതായത് ഭഗവാന് കഴിഞ്ഞ പോയ കാര്യങ്ങളെ കുറിച്ചും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും എല്ലാം ആർക്കറിവുണ്ട്? ഭഗവാന്റെ അറിവുണ്ട്. അർജുനന് കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ഭാഗ്യമുണ്ടായതുപോലെ വ്യാസദേവന്റെ കാരുണ്യത്താൽ സഞ്ജയനും കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ഭാഗ്യമുണ്ടായെന്ന് മനസ്സിലാക്കണം. വ്യാസനെ പോലെയുള്ള ഒരു ആധ്യാത്മിക ആചാര്യനിൽ നിന്ന് കേൾക്കുന്നതും കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ആധ്യാത്മിക ആചാര്യൻ വ്യാസദേവന്റെ പ്രതിപുരുഷനുമാണ്. വൈദിക രീതി അനുസരിച്ച് ആധ്യാത്മിക ആചാര്യന്റെ ജന്മനാൾ ശിഷ്യന്മാർ വ്യാസപൂജ എന്ന പേരില് ആഘോഷിക്കുന്നു. അപ്പൊ ആധ്യാത്മിക ആചാര്യൻ എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിപുരുഷനാണ്. ഭഗവാനെ ആരാധിക്കുന്ന അതേ തലത്തിൽ തന്നെ നമ്മൾ നമ്മളുടെ ഗുരുവിനെയും കാണണം, ആരാധിക്കുകയും വേണം. ഗുരുവിന്റെ ജന്മനാളാണ് നമ്മൾ വ്യാസപൂജയായിട്ട്, അതായത് വ്യാസദേവന്റെ പ്രതിനിധിയാണ് ഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഗുരുവിന്റെ പിറന്നാൾ നമ്മൾ ഗുരുവിന്റെ വ്യാസപൂജയായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. അപ്പം ഗുരുവിൽ നിന്ന് കേൾക്കുന്നത് നമ്മൾ ഭഗവാനിൽ നിന്ന് കേൾക്കുന്ന പോലെ തന്നെ നമ്മൾ കണക്കാക്കണം. നമ്മൾ കണ്ടു ഇതില് ഇത്രയും 17 അധ്യായങ്ങളിൽ കണ്ടു ഭഗവാൻ പല കാര്യങ്ങളെ കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? എന്നിട്ട് അവസാനം എന്താ പറഞ്ഞത്? എല്ലാം പറഞ്ഞു കൊടുത്തു. കർമ്മയോഗം, നിഷ്കാമ കർമ്മയോഗം, ജ്ഞാനയോഗം, കർമ്മമിശ്ര ഭക്തിയോഗം, ജ്ഞാനമിശ്ര ഭക്തിയോഗം, ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, അതിലെ ധാരണ, സമാധി ഘട്ടം എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും, ബ്രഹ്മത്തെ കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച്, ഭഗവാനെ കുറിച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ തന്നെയാണ് പരമദിവ്യാത്മ പുരുഷന്, പരമസത്യം ഞാനാണ് എന്ന് അർജുനന് തീർത്തും ബോധ്യമായി. തന്റെ മുന്നിൽ നിൽക്കുന്നത് തന്റെ മിത്രം മാത്രമല്ല, പരമസത്യമാണ് വസുദേവ പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്ന് അർജുനന് തീർത്തും ബോധ്യമായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്താ പറയുന്നത്? ഇതൊന്നും വേണ്ടുന്നതല്ല, ഇതിനൊന്നും അത്ര പ്രാധാന്യമില്ല അർജുന, പിന്നെ എന്തിനാണ് പ്രാധാന്യം? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇതെല്ലാം വിടൂ, ഇതെല്ലാം വിട്ടിട്ട് എന്നിൽ പരിപൂർണമായിട്ട് സമർപ്പിതരാകൂ. അതാണ് വേണ്ടത്. മന്മനാഭവമധ്യട്ട
മദ്യാജീനം നമസ്കരിക്കുക. അതാണ് ഭഗവത്ഗീതയുടെ കാതലായിട്ടുള്ള ശ്ലോകം എന്ന് പറയുന്നത്. എന്നെ ആരാധിക്കൂ, എന്നിൽ ശരണാഗതി അടയൂ, എന്നെ നമസ്കരിക്കൂ, എന്നെ പൂജിക്കൂ. ഇത് മാത്രമാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഭഗവാൻ നമ്മളുടെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നമ്മളുടെ മനസ്സ് പരിപൂർണമായിട്ട് ഭഗവാന് വിട്ടുകൊടുക്കുക, ബാക്കി ഭഗവാൻ നോക്കിക്കൊള്ളും. ഇത് മാത്രമാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് തയ്യാറാവണം. എല്ലാം വിട്ട് ഭഗവാനെ നമ്മൾ പരിപൂർണമായിട്ട് ശരണാഗതി അടയണം. അപ്പൊ ഭഗവാന്റെ ശുദ്ധഭക്തര് ഭഗവാന്റെ ഓരോ ലീലകൾക്കനുസരിച്ചിട്ട് ഭഗവാന് പേര് കൊടുക്കുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം ഭഗവാന് പല പേരുകളുണ്ട്. ജരാസന്ധനുമായിട്ടുള്ള യുദ്ധത്തിലെ ഭഗവാൻ കൃഷ്ണന് ബലരാമനും കൂടി ഒളിച്ചോടി ഇടയ്ക്ക് വെച്ചിട്ട് പേടിച്ചൊളിച്ചോടിയതല്ല, എന്നിട്ട് സമുദ്രത്തിലേക്ക് ചാടി, ഇല്ലേ? അപ്പൊ ജരാസന്ധൻ എന്താണ് കരുതിയത്? എന്നെ പേടിച്ചോടുകയാണ്. അന്നു മുതൽ ഭഗവാന്റെ ഭക്തർ എന്താണ് ഭഗവാനെ വിളിക്കുന്നത്? രൺചോർ, ഇല്ലേ? യുദ്ധത്തിൽ നിന്ന് പേടിച്ചൊളിച്ചോടിയ ഭഗവാൻ എന്നാണ് വിളിക്കുന്നത്. മാധവേന്ദ്രപുരിക്ക് വേണ്ടി പായസം മോഷ്ടിച്ച് ഭഗവാൻ തന്റെ ആ വിഗ്രഹത്തിന്റെ പിന്നിൽ, അപ്പൊ അതിന് പേര് വന്നു ഖീർച്ചോർ ഭഗവാൻ, അതായത് പായസം മോഷ്ടിച്ച ഭഗവാൻ. ഇങ്ങനെ ഓരോ ലീലകൾക്കനുസരിച്ചിട്ട് ശുദ്ധഭക്തര് ഭഗവാനെ പലതരത്തിലുള്ള പേരുകൾ ആണ് ഇട്ടാണ് ഭഗവാനെ വിളിക്കുന്നത്. ഭഗവാനതെല്ലാം സ്വീകാര്യമാണ്. ഭക്തർ എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ ഭഗവാനും തയ്യാറാണ്. ഭക്തർക്ക് വേണ്ടി എന്ത് വേഷവും കെട്ടാന് ഭഗവാനും തയ്യാറാണ്. ഇവിടെ നമ്മൾ കണ്ടു സാരഥിയായിട്ടാണ്, പാർത്ഥസാരഥി എന്നാണ് ഭഗവാൻ അറിയപ്പെടുന്നത്. അതായത് പൃഥ്വിയുടെ പുത്രനാണ് പാർത്ഥൻ. അങ്ങനെയുള്ള പാർത്ഥന്റെ സാരഥിയായിട്ടിരിക്കാൻ ഭഗവാൻ ഒരു മടിയും ഉണ്ടായില്ല. യുദ്ധം ചെയ്യുമ്പോൾ നമുക്കറിയാം തിരിഞ്ഞിരുന്നാണ് അർജുനൻ യുദ്ധം ചെയ്യുന്നത്. ഭഗവാൻ തേരോടിക്കുകയാണ്. അപ്പൊ രഥം ഏത് സൈഡിലേക്ക് തിരിക്കണം? ഇടതുവശത്തേക്ക് തിരിക്കണമെങ്കിൽ അർജുനൻ എന്താ ചെയ്യുക? കാലുകൊണ്ട് ഭഗവാന്റെ മുതുകിലെ ഇടതു ഭാഗത്ത് ചവിട്ടും. അപ്പൊ ഭഗവാന് മനസ്സിലാകും ഇടതുവശത്തേക്ക് തേര് തിരിക്കണമെന്ന്. വലത്തുവശത്തേക്കാണെങ്കിൽ ഭഗവാന്റെ മുതുകിലെ വലത്തുവശത്ത് അർജുനൻ കാലുകൊണ്ട് ചവിട്ടും. ഇതൊന്നും ഭഗവാൻ ഒരു വിഷയമേ അല്ല. ഞാൻ ഭഗവാനാണ്, എന്നെ എന്തുകൊണ്ട് ചവിട്ടി? ഒരിക്കലും ഭഗവാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഭഗവാൻ അർജുനന്റെ ഇഷ്ടത്തിനനുസരിച്ച് രഥം ഓടിച്ചു കൊടുക്കുകയാണ്, യുദ്ധം ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയ്ക്ക് ഭക്തവത്സലതയാണ് ആർക്കുള്ളത്? ഭഗവാനുള്ളത്. അങ്ങനെയുള്ള ഭഗവാനെ വിട്ട് നമ്മൾ വേറെ ആരുടെ അടുക്ക പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ ഭഗവാന് വേണം നമ്മൾ സേവനം ചെയ്യാനായിട്ട്. ഇനി അടുത്ത ശ്ലോകം. രാജൻ സംസ്മൃത്യ സംവാദമിമദ്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹും. കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായ പുണ്യസംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദപുളകിതനാകുന്നു രാജാവേ. അപ്പൊ സഞ്ജയൻ പറയുകയാണ്, സഞ്ജയന യുദ്ധക്കളത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ സാധിച്ചു. അപ്പം ഇവിടെ പറയുകയാണ്, എനിക്കതെല്ലാം കാണാൻ സാധിച്ചു. ഞാൻ കണ്ട എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരികയും ചെയ്തു. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ഞാന് രോമാഞ്ചം കൊള്ളുന്നു. എനിക്ക് വളരെയധികം ആനന്ദം അനുഭവപ്പെടുന്നു. പക്ഷെ ധൃതരാഷ്ട്രർക്ക് യാതൊരു മനമാറ്റവും അവിടെ ഉണ്ടായില്ല. ഒരു തരത്തിലുള്ള ഭാവപ്രകടനങ്ങളും ഉണ്ടായില്ല. അപ്പോഴും ധൃതരാഷ്ട്രർ എന്താണ് കരുതിയത്? എന്റെ മക്കൾ വിജയിക്കും, എന്റെ മക്കൾക്കാണ് വിജയം, അവർക്ക് അധികാരം കിട്ടും എന്നാണ് ധൃതരാഷ്ട്രർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നും ധൃതരാഷ്ട്രർക്ക് എത്രമാത്രം ലോഭിയാണ്, ലോഭം എത്രമാത്രം ധൃതരാഷ്ട്രന്റെ ഉള്ളിലുണ്ട്, അതുപോലെ തന്നെ അത്യാഗ്രഹം എത്രമാത്രം അത്യാഗ്രഹിയാണ് ധൃതരാഷ്ട്രർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തന്റെ സഹോദരന്റെ മക്കളാണ് പാണ്ഡവര്. അവർക്ക് വേണ്ടുന്ന അധികാരങ്ങൾ ഒന്നും കൊടുത്തില്ല, ഒരു വീട് പോലും കൊടുത്തില്ല താമസിക്കാൻ, സൂചി കുത്താൻ ഇടം തരില്ല എന്നാണ് പറഞ്ഞത്. ദുര്യോധനന്റെ ഈ തോന്നിവാസങ്ങൾക്കെല്ലാം കൂട്ടുനിന്നത് ആരാണ്? ധൃതരാഷ്ട്രരാണ്. ഒരിക്കൽ പോലും തന്റെ മക്കളെ തിരുത്താൻ തയ്യാറായില്ല. വളരെയധികം ക്രൂരതാണ്. കുട്ടിക്കാലം മുതലേ കൗരവരെ പാണ്ഡവരോട് അങ്ങേയറ്റം ക്രൂരമായിട്ടാണ് പെരുമാറിയത്. അതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തു ധൃതരാഷ്ട്രർ. എന്നിട്ടും ഈ അന്തിമ സമയത്ത് പോലും യുദ്ധം തുടങ്ങാറായി. അപ്പോഴും ധൃതരാഷ്ട്രർക്ക് പേടിയാണ്. നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ കണ്ടു, ഇല്ലേ? ചോദിക്കുന്നുണ്ട്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ മാമക പാണ്ഡവൈശ്ചൈവ കിംകുർവത സഞ്ജയ. അതായത് യുദ്ധകളത്തിൽ എല്ലാവരും നിരന്നിരിക്കുന്ന യുദ്ധം ചെയ്യാനാണ്. അവിടെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ടും ചോദിക്കുന്നു,
എന്റെ മക്കളും പാണ്ഡവന്റെ മക്കളും അവിടെ എന്ത് ചെയ്യുകയാണ് എന്ന്. ആ ചോദ്യത്തിന് അവിടെ പ്രസക്തി ഉണ്ടോ? ഇല്ല. യുദ്ധം ചെയ്യാൻ വന്നാല് യുദ്ധം ചെയ്യുക. അപ്പോഴും ധൃതരാഷ്ട്രർക്ക് ഭയമാണ്. ഇനി എന്തെങ്കിലും കാരണവശാല് കൃഷ്ണൻ അവിടെ ഒത്താശയ്ക്ക് ശ്രമിക്കുമോ, എന്തെങ്കിലും ഒരു ഉടമ്പടിക്ക് തയ്യാറാകുമോ എന്നുള്ള ഭയം. അപ്പോൾ അധികാരമോഹമാണ് ആർക്ക്? ധൃതരാഷ്ട്രർക്ക്. അപ്പം ഇത് ഇത്രയും സംഭാഷണങ്ങൾ, ഈ 45 മിനിറ്റ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും കേട്ടിട്ടും ധൃതരാഷ്ട്രർക്ക് യാതൊരു മാറ്റവും വന്നില്ല. അപ്പൊ അത് ശ്രദ്ധയോടെ കേട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഭഗവത്ഗീത വെറുതെ കേട്ടാൽ പോലും നമ്മൾ ശ്രദ്ധയും വിശ്വാസത്തോടെയും അത് കേൾക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കാന് സാധിക്കുകയുള്ളൂ. അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരെ പുണ്യവാന്മാരുമാകും എന്നാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും ഒരു തവണയെങ്കിലും ഭഗവത്ഗീത കേട്ട് കഴിഞ്ഞാൽ മറക്കാന് സാധിക്കില്ല. അത്രയ്ക്കും ആധ്യാത്മികമായിട്ടുള്ള അറിവാണ് നമുക്ക് ഈ ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടുക. ആധ്യാത്മിക ജീവിതത്തിന്റെ അതീന്ദ്രിയ അവസ്ഥയിലെത്താന് നമുക്ക് ഭഗവത്ഗീത കൊണ്ട് സാധിക്കും. അത് പക്ഷെ എങ്ങനെ കേൾക്കണം? ശരിയായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് നമ്മൾ കേൾക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ഉൾക്കൊള്ളാന് കഴിയുകയുള്ളൂ. ഇവിടെ അർജുനന് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് കേൾക്കാൻ ഭാഗ്യമുണ്ടായി. നമുക്കതുപോലെ ഭഗവാനിൽ നിന്ന് കേൾക്കാൻ നമുക്ക് അതിനുള്ള യോഗ്യതയില്ല. അതിനാണ് ഭഗവാൻ നമ്മൾക്ക് ആധ്യാത്മിക ഗുരുവിനെ തന്നിരിക്കുന്നത്. അപ്പൊ ആ ഗുരുവിൽ നിന്ന് നമ്മൾ ഇത് കേട്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന്റെ ഫലമായിട്ട് നമ്മളുടെ ഉള്ളില് ഭഗവത് ജ്ഞാനം വർദ്ധിച്ചു വരും. അത് ഒരു നിമിഷത്തേക്കല്ല, നിരന്തരമായിട്ട് നമുക്ക് ആനന്ദം, ആധ്യാത്മിക ആനന്ദം അനുഭവിക്കാന് നമുക്ക് സാധിക്കും. അതിന് നമുക്ക് ശ്രീല പ്രഭുപാദരുടെ കൃപ കൊണ്ട് നമുക്ക് ഈ ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ഇലാബറേറ്റ് ആയിട്ടാണ് അത്. ഭഗവാൻ എന്തു പറഞ്ഞു അത് അതേപടിയാണ് പ്രഭുപാദരിൽ നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഭഗവത്ഗീത നമുക്ക് എത്രയും തവണ വായിക്കാൻ പറ്റുമോ അത്രയും തവണ, നമ്മുടെ മരണം വരേക്കും നമ്മൾ ഈ ഭഗവത്ഗീത ഒരു ശ്ലോകമെങ്കിലും നമ്മൾ അതിന്റെ വിവർത്തനം, ഭാവാർത്ഥം ഇത് നിത്യേന നമ്മുടെ ഒരു നിഷ്ഠയാക്കി മാറ്റുക, ഭഗവത്ഗീത വായിക്കുക. അത്രയ്ക്ക് മഹത്വമുണ്ട്. നമ്മളുടെ ആ ഭഗവാനെ നമുക്ക് കാണാൻ സാധിച്ചില്ല, പക്ഷെ നാമരൂപത്തിൽ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട്, ഗ്രന്ഥരൂപത്തിൽ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട്. അങ്ങനെ നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടാന് ഈ ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങള് നമ്മെ സഹായിക്കും. സംസ്മൃത്യ രൂപമധ്യദ്ഭുതം ഹരി വിസ്മയോ മേ മഹാൻ രാജൻ കൃഷ്യ. അത്ഭുതമഹമായ രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാകുന്നു. അപ്പൊ സഞ്ജയൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എനിക്കത് ആ രൂപം, അതായത് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. അത് സഞ്ജയനും കണ്ടു ആ രൂപം. ആ രൂപത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോഴൊക്കെ എനിക്ക് രോമാഞ്ചം അനുഭവപ്പെടുന്നു. എനിക്ക് വീണ്ടും വീണ്ടും അത് കാണണമെന്നുള്ള മോഹം എന്നില് ഉണ്ടാകുന്നു. അത്രയ്ക്ക് ആനന്ദം എനിക്ക് അനുഭവിക്കാന് സാധിക്കുന്നു. അർജുനൻ ദർശിച്ച വിശ്വരൂപം വ്യാസന്റെ പ്രസാദത്താൽ സഞ്ജയനും പ്രത്യക്ഷമായിരുന്നു. കൃഷ്ണൻ ഈ രൂപം മുമ്പൊരിക്കലും പ്രദർശിപ്പിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അർജുനന് വേണ്ടി മാത്രം കാണിച്ചതാണെങ്കിലും കൃഷ്ണന്റെ വിശ്വരൂപം അതേസമയം മറ്റു ചില ഭക്തജനങ്ങൾക്കും കാണാൻ സാധിച്ചിരുന്നു. അതിലൊരാളാണ് വ്യാസൻ. നമുക്കറിയാം, കുരുക്ഷേത്രത്തില് ഹസ്തിനപുരത്തിലെ രാജ്യസഭയിലെ ഭഗവാൻ ദൂതുമായിട്ട് ചെന്നു. ആ സമയത്തും ചെറുതായിട്ട് ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. പക്ഷെ ആ അജ്ഞരായിട്ടുള്ള ദുര്യോധനാദികൾക്കും മനസ്സിലാക്കാന് സാധിച്ചില്ല എന്ന് മാത്രം. അപ്പൊ സഞ്ജയൻ കണ്ടതും വീണ്ടും വീണ്ടും ഓർമ്മിച്ച് ആനന്ദം കൊള്ളുന്നതുമായിട്ടുള്ള വിശ്വരൂപം തനിക്കും ദൃശ്യമായിരുന്നുവെന്ന് വ്യാസദേവൻ സഞ്ജയനെ അറിയിക്കുകയുണ്ടായി. അപ്പൊ തന്റെ ഗുരുവിന്റെ കൃപ കൊണ്ട് ഈ രൂപം കാണാന് സഞ്ജയന് സാധിച്ചു. അപ്പൊ നമ്മൾക്കും നമ്മളുടെ ഗുരുവിന്റെ കൃപ കൊണ്ട് നമുക്ക് ഭഗവാൻ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് നേടിയെടുക്കാന് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭവാനീർമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാൽ വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പൊ 73ാമത്തെ ശ്ലോകം വരെ അർജുനനും കൃഷ്ണനും തമ്മിലുള്ള സംഭാഷണമായിരുന്നു. പിന്നീട് അങ്ങോട്ട് സഞ്ജയനാണ് പറയുന്നത്.
അപ്പൊ ഇവിടെ സഞ്ജയൻ ഈ 78ാമത്തെ ശ്ലോകത്തിലൂടെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എവിടെ യോഗേശ്വരനുടെ എല്ലാ യോഗങ്ങളുടെയും ഈശ്വരനായ കൃഷ്ണൻ എവിടെയുണ്ടോ, അതായത് ധർമ്മമുള്ളിടത്ത് ഇവിടെ ആരുണ്ടാവും? ഭഗവാൻ ഉണ്ടാവും. ഭഗവാൻ ഉള്ളിടത്ത്, ധർമ്മം ഉള്ളിടത്ത് എന്തുണ്ടാവും? വിജയം ഉണ്ടാവും. പാണ്ഡവരുടെ പക്ഷത്താണ് ധർമ്മം. സഞ്ജയനത് ധൃതരാഷ്ട്രനോട് നേരിട്ട് പറയുകയാണ്, അങ്ങ് സന്തോഷിക്കേണ്ട, അങ്ങയുടെ മക്കൾക്കൊരിക്കലും വിജയം കിട്ടാൻ പോകുന്നില്ല. എവിടെ കൃഷ്ണനുണ്ടോ, എവിടെ ധനുർധരനായ അർജുനനുണ്ടോ, അവിടെ വിജയമുണ്ട്, അവിടെ ധർമ്മമുണ്ട്, അവിടെ വിജയമുണ്ട്. അതുകൊണ്ട് പാണ്ഡവരെ യുദ്ധത്തില് വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങ് വലിയ സ്വപ്നമൊന്നും കാണണ്ട എന്ന് തുറന്നടിച്ച് പറയുകയാണ് ഇവിടെ സഞ്ജയൻ. ധൃതരാഷ്ട്രയുടെ ചോദ്യത്തോടു കൂടിയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. വീരയോദ്ധാക്കളായ ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവർ സഹായത്തിനുള്ള തന്റെ മക്കൾക്ക് വിജയം ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. തന്റെ കക്ഷി ജയിക്കുമെന്ന് രാജാവ് കരുതി. പക്ഷേ യുദ്ധരംഗം വിവരിച്ചുകൊണ്ട് സഞ്ജയൻ പറഞ്ഞത് ഇതാണ്, അങ്ങ് വിജയത്തെ കുറിച്ച് ഓർക്കുന്നു. എന്റെ അഭിപ്രായത്തില് എവിടെ കൃഷ്ണ അർജുനന്മാരുണ്ടോ അവിടെ വിജയമുണ്ട്. കാരണം പാണ്ഡവര് ധർമ്മിഷ്ഠരാണ്. അത് തന്നെയുമല്ല, ഭഗവാൻ ഇവരോടൊപ്പം ഉണ്ട്. അപ്പൊ എവിടെ ഭക്തനും ഭഗവാനും ഉണ്ടോ അവിടെയാണ് വിജയം. അപ്പൊ ഭക്തന്മാര് നമ്മൾ ഭക്തിമാർഗത്തിലെ മുന്നോട്ട് പോയി ശുദ്ധ ഭക്തിയുടെ തലത്തിൽ എത്തിച്ചേരണം. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. അങ്ങനെ ആധ്യാത്മികതയിലെ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കൃഷ്ണൻ കൂടെ ഉള്ളത് കൊണ്ട് അർജുനന്റെ കക്ഷി ജയിക്കുമെന്ന് ഉറപ്പിക്കാം. കൃഷ്ണൻ അർജുനന്റെ തേരാളിയാക്കാൻ സമ്മതിച്ചതും ഒരു വൈഭവ പ്രദർശനമാണ്. അവൾ 10ാം അധ്യായത്തിൽ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് മനസ്സിലാക്കി. ഭഗവാന് ഷഡൈശ്വര്യങ്ങൾ തികഞ്ഞതാണ്, അല്ലെ? ഐശ്വര്യം, വീര്യം, യശസ്, കീർത്തി, സൗന്ദര്യം, ജ്ഞാനം, സമ്പത്ത്, ഇതെല്ലാം തികഞ്ഞ ഒരേ ഒരാൾ ആദ്യമാണ് ഭഗവാൻ മാത്രമേ ഉള്ളൂ. എല്ലാ ഷഡൈശ്വര്യങ്ങളും തികഞ്ഞത് ഭഗവാനാണ്. എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉറവിടം ഭഗവാനാണ്. സകല വിഭൂതികളുടെയും ഉറവിടമാകുന്നു കൃഷ്ണൻ. ആ വിഭൂതികളിൽ ഒന്നാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ആ വൈരാഗ്യത്തിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. വൈരാഗ്യ അധിപനാണ് കൃഷ്ണൻ. വാസ്തവത്തിൽ യുദ്ധം ദുര്യോധനനും യുധിഷ്ഠിരനും തമ്മിലാണ്. ജ്യേഷ്ഠനായ യുധിഷ്ഠിരന് വേണ്ടി പൊരുതുകയാണ് അർജുനൻ. യുധിഷ്ഠിരന്റെ സഹായികളാണ് ആര്? കൃഷ്ണനും അർജുനൻ. അവർ തന്റെ പക്ഷത്തിലായതുകൊണ്ട് യുധിഷ്ഠിരന് വിജയം സുനിശ്ചിതമാണ്. ആരാണ് ലോകം ഭരിക്കുക എന്ന് തീരുമാനിക്കാൻ വേണ്ടിയുള്ളതാണ് യുദ്ധം. യുധിഷ്ഠിരൻ ജയിച്ച നാട് വാഴുമെന്ന് സഞ്ജയൻ പ്രവചിക്കുന്നു. അതിന് കാരണം എന്താണ്? ഇവര് ധർമ്മിഷ്ഠരാണ്. യുധിഷ്ഠിരൻ പ്രത്യേകിച്ചു യുദ്ധകളത്തിൽ വെച്ചിട്ട് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഭീഷ്മ പിതാമഹൻ യുദ്ധത്തിലെ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഒരു നിമിഷം ഭഗവാൻ പോലും പതറിപ്പോയി. ഈ യുദ്ധം ഇത് എവിടെ ചെന്ന് അവസാനിക്കും? കൗരവര് വിജയിക്കുമോ? അപ്പൊ എന്ത് ചെയ്തു? യുധിഷ്ഠിരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ദ്രോണാചാര്യര്, കൃപാചാര്യര് ഇവരെല്ലാം തന്നെ ഭീഷ്മ പിതാമഹനോടൊപ്പം നിന്ന് വളരെ സമർത്ഥമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? യുധിഷ്ഠിരനെ വിളിച്ചിട്ട് പറഞ്ഞു, യുധിഷ്ഠിരൻ തന്റെ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ പാണ്ഡവരെ എല്ലാം വിളിച്ചിട്ട് യുധിഷ്ഠിരനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കള്ളം പറയണം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തില് ദ്രോണാചാര്യരെ മനസ്സ്, ആ വീര്യം ഒന്ന് തളർത്തണം. അതിനു വേണ്ടി നീ ഒരു കള്ളം പറഞ്ഞേ പറ്റും. അതായത് ദ്രോണപുത്രനാണ് അശ്വത്ഥാമ. അശ്വത്ഥാമ എന്ന് പേരുള്ള ഒരു ആനയും ഉണ്ട്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, അശ്വത്ഥാമ ഹത എന്ന് പറയണം. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇന്നേ വരെ കള്ളം പറഞ്ഞില്ല, യുദ്ധം തോറ്റാലും വേണ്ടതല്ല, ഞാൻ കള്ളം പറയില്ല. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അർജുനനും എല്ലാവരും നിർബന്ധിച്ചു, ജ്യേഷ്ഠ അങ്ങ് നമ്മളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, ഭഗവാൻ പറയുന്നത് അനുസരിക്കൂ, ഇത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ മനസ്സോടെ എല്ലാവരും നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? അശ്വത്ഥാമ ഹത, എന്നിട്ട് പതുക്കെ പറഞ്ഞു കുഞ്ചര എന്ന്. കുഞ്ചര പറഞ്ഞത് ആരും കേട്ടില്ല, അത് ആനയാണ് എന്ന് യുധിഷ്ഠിരനെ പതുക്കെ പറഞ്ഞു. അത്രയ്ക്ക് പോലും കള്ളം പറയാന്, താൻ തോറ്റാലും വേണ്ടുകയല്ല, തനിക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ വേണ്ടുകയല്ല, കള്ളം പറയില്ല എന്ന് യുധിഷ്ഠിരൻ തീരുമാനിച്ചതാണ്. അങ്ങനെയുള്ള ആ യുധിഷ്ഠിരനാണ് ഇനി രാജാവാകേണ്ടത്. അങ്ങനെയുള്ള യുധിഷ്ഠിരൻ രാജ്യം ഭരിച്ചെങ്കിൽ മാത്രമേ ശരിക്കും ധർമ്മരാജ്യം സ്ഥാപിക്കാൻ, ധർമ്മരാജ്യം നിലവിൽ വരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയുള്ളവരെ രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. ഒരു രാജാവ് നീതിമാനായിരിക്കണം, ഭക്തനായിരിക്കണം. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ രാജ്യഭരണം കാഴ്ചവെക്കാന്
ആ ഭരണാധികാരിക്ക് കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ രാജ്യത്ത് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഭഗവാൻ ഇവിടെ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് ചെയ്യുന്നത്. അദ്ദേഹം നീതിമാനും ഭക്തനും ധാർമ്മികനുമായതാണ് കാരണം എന്നും കൂടി സഞ്ജയൻ പറയുന്നു. യുധിഷ്ഠിരൻ തന്റെ ജീവിതത്തിൽ ഒരൊറ്റ നുണ പോലും പറഞ്ഞിട്ടില്ല. യുദ്ധഭൂമിയിൽ വെച്ചിട്ട് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ നടന്ന സംഭാഷണമാണ് ഭഗവത്ഗീതയെന്ന് വിശ്വസിക്കുന്ന അനേകം മന്ദബുദ്ധികളുണ്ട്. അങ്ങനെയുള്ള ഒരു കൃത്യ പുണ്യഗ്രന്ഥങ്ങളിൽ ഒന്നാവാൻ വയ്യ. കൃഷ്ണൻ അർജുനനെ യുദ്ധത്തിനെ പ്രേരിപ്പിച്ചു എന്ന് ആക്ഷേപിക്കുന്നവരും ഉണ്ട്. യുദ്ധം അധാർമികമാണ്, പക്ഷെ സംഭവസ്ഥിതി ഇവിടെ വിശദമാക്കിയിരിക്കുന്നു. ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് നീതിശാസ്ത്രമാണ്. ഭഗവത്ഗീതയിൽ എല്ലാം ഉണ്ട്. ഈ സൃഷ്ടിയിൽ എന്തെല്ലാം ഉണ്ടോ ആ കാര്യങ്ങളെല്ലാം ഭഗവത്ഗീതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിന്റെ കാതലായിട്ടുള്ള ഭാഗമാണ് 9:34 എന്ന് പറയുന്നത്. അതായത് മന്മനാഭവമഭക്ത മധ്യാജീമാം നമസ്കുരു എന്ന് പറയുന്ന ശ്ലോകം. എല്ലാ ധർമ്മങ്ങളുടെയും സാരമാണ് ഈ ശ്ലോകം എന്ന് പറയുന്നത്. അതുപോലെ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നീതിധർമ്മങ്ങളുടെ ഉത്തമ പ്രക്രിയകൾ ഉൾക്കൊള്ളുന്നതാണ് ഭഗവത്ഗീത. മറ്റ് പ്രക്രിയകളെല്ലാം പവിത്രങ്ങളാണ്, അവ ഇതിലേക്ക് വഴിവെക്കുന്നു. ഏതായാലും സകല നീതിധർമ്മങ്ങളുടെ ഈ രത്ന ചുരുക്കമാണ് ഭഗവത്ഗീതയിലെ അന്തിമ ഉപദേശം. അതായത് എല്ലാ ധർമ്മവും ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവാത്മാക്കളെ ഭഗവാനിലെ പരിപൂർണമായിട്ട് സമർപ്പിതരാകണം. ഇതാണ് ഭഗവാന് ആഗ്രഹിക്കുന്നത്. കൃഷ്ണനെ സ്വയം സമർപ്പിക്കുക എന്നത് 18-ാം അധ്യായം സമർപ്പണത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. തത്വജ്ഞാനപരങ്ങളായ നിഗമനങ്ങളെ കൊണ്ടും ധ്യാനം കൊണ്ടും ആത്മസാക്ഷാത്കാരം നേടുന്നതാണ് ഒരു പ്രക്രിയ എന്ന് ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷെ സമഗ്രമായിട്ടുള്ള ഉത്കൃഷ്ടത എന്ന് പറയുന്നത് നമ്മൾ ഏത് വഴി കൂടി പോയാലും ഭഗവാനെ കിട്ടും. അതിന്റെ കാലതാമസം നേരിടുമെങ്കിലും ഭഗവത് പ്രാപ്തി കൈവരിക്കാം. പക്ഷെ അതിന് ജന്മജന്മാന്തരങ്ങൾ എടുക്കും. എന്നാൽ തന്നെ കിട്ടുമോ എന്നറിയില്ല. പക്ഷെ ഭഗവാന് നമ്മളെ പരിപൂർണ്ണ സമർപ്പിതരായിട്ട് ഭക്തിയുടെ സേവന പാതയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം ഭഗവാനെ പ്രാപിക്കാനായിട്ട്. ഇതാണ് ഭഗവത്ഗീത ഉപദേശത്തിന്റെ സാരസത്ത എന്ന് പറയുന്നത്. ഇതിൽ നമുക്കറിയാം ഭഗവത്ഗീതയിൽ ആകെ 700 ശ്ലോകങ്ങളാണ്, ഇല്ലേ? അതില് 574 ശ്ലോകങ്ങളാണ് ഭഗവാന്റേത്. ധൃതരാഷ്ട്രരെ ഒരേ ഒരു ശ്ലോകമേ പറഞ്ഞിട്ടുള്ളൂ. ഇതില് അർജുനന്റേതായിട്ട് 84 ശ്ലോകങ്ങളാണ്. പിന്നെ സഞ്ജയൻ 74 ശ്ലോകങ്ങളാണ് പറയുന്നത്. ധർമ്മവ്യത്യാസം അനുസരിച്ചുള്ള നിബന്ധനകളുടെ വഴി ഗോപ്യമായ ഒരു ജ്ഞാനത്തിൻ്റെതാവാം. അങ്ങനെ ധാർമ്മിക അനുഷ്ഠാനങ്ങൾ ഗോപ്യങ്ങളെങ്കിൽ ധ്യാനവും ജ്ഞാനയോഗവും അതിലേറെ ഗോപ്യങ്ങളാണ്. എല്ലാ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളും ഭഗവാന് അർജുനനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുന്നുണ്ട്, രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതം ഉത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അഭ്യയം. അതിൽ ഏറ്റവും രഹസ്യമായിട്ടുള്ള അതിനിഗൂഢമായിട്ടുള്ള രാജവിദ്യയാണ് എന്റെ ഭക്തിയുടെ സേവനം, പ്യുവർ ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത്. അതിൽ കൂടി മാത്രമേ എന്നെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ അർജുന. എല്ലാ വഴിയും പറഞ്ഞു കൊടുത്തു. കർമ്മയോഗം, ധ്യാനയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറഞ്ഞു, ഇതൊന്നും വേണ്ട, ഇതൊന്നും അത്ര പ്രാധാന്യമുള്ളതല്ല. നീ എന്നിൽ പരിപൂർണമായിട്ട് സമർപ്പിതരായിട്ട് എന്ത് ചെയ്യണം? ഭക്തിയുടെ സേവന പാതയിൽ മുന്നോട്ട് പോകണം. അതിൽ കൂടി മാത്രമേ എന്നെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ സേവനത്തിന് വേണ്ടി കൃഷ്ണന് സ്വയം സമർപ്പിക്കുക എന്നത് ഏറ്റവും രഹസ്യമായിട്ടുള്ള ഉപദേശം. ഇതാണ് 18-ാം അധ്യായത്തിന്റെ സാരം എന്ന് പറയുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. പരമസത്യം ഭഗവാൻ കൃഷ്ണൻ മാത്രമാണെന്നത് ഭഗവത്ഗീതയുടെ മറ്റൊരു ഭാഗം. അത് നമ്മൾ 10-ാം അധ്യായത്തിൽ കണ്ടു. അഹം സർവസ്യ പ്രഭവമത്ത സർവം. എല്ലാ ജീവാത്മാക്കളുടെ ഉള്ളിൽ, എല്ലാ ശരാശരങ്ങളുടെ ഉള്ളിലെ പരമാത്മ രൂപത്തിലെ കുടികൊള്ളുന്നതാണ്. ഈ നിരപേക്ഷ തത്വം 3 വിധത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. അത് ഏതൊക്കെയാണ്? ബ്രഹ്മേതി, പരമാത്മേതി, ഭഗവാനേതി ശബ്ദതേ. അത് നമ്മൾ കുറെ തവണ അത് മനസ്സിലാക്കിയതാണ്. ബ്രഹ്മം അറിയണം. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബ്രഹ്മൻ റിയലൈസേഷൻ, പിന്നീട് പരമാത്മ റിയലൈസേഷൻ, അവിടെ നിന്നും ഭഗവാൻ റിയലൈസേഷനിലേക്ക്, ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്ക് കടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പരിപൂർണനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി എടുക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മൾക്കും
പരിപൂർണതയുടെ തലത്തിൽ എത്തിച്ചേരാന് സാധിക്കുകയുള്ളൂ. പരമദിവ്യോത്തമ പുരുഷൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. നിരപേക്ഷ തത്വത്തിന്റെ പൂർണ്ണജ്ഞാനം എന്നാൽ കൃഷ്ണനെ പറ്റിയുള്ള പൂർണ്ണജ്ഞാനമാണ്. കൃഷ്ണനെ കുറിച്ച് അറിവ് സിദ്ധിച്ചവർക്ക് ജ്ഞാനത്തിന്റെ ഏത് വിഭാഗവും സ്പഷ്ടമാണ്. പരമമായ കൃഷ്ണജ്ഞാനത്തിന്റെ ചെറിയ അംശമാണ് അത് ഓരോന്നും. എന്റെ സനാതനമായ അന്തരംഗ ശക്തിയിൽ സദാ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണൻ എപ്പോഴും ഇന്ദ്രിയാതീതനാണ്. ഭഗവാൻ നമ്മളെ പോലൊരു വ്യക്തിയല്ല. ഭഗവാൻ അതീന്ദ്രിയ തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. തന്റെ ശക്തിയിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നു. അവ രണ്ടു വിധമാണ്, നിത്യബദ്ധരും നിത്യമുക്തരും. നമ്മളൊക്കെ ബദ്ധാത്മാക്കളാണ്. നമ്മൾ ഭഗവാനെ സേവനം ചെയ്ത് ആ പാതയിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മളും നിത്യമുക്തരുടെ തലത്തിൽ എത്തിച്ചേരാനേ സാധിക്കുകയുള്ളൂ. നിത്യമുക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ ധാമത്തില് ഭഗവാനോടൊപ്പം ഭഗവാനെ നിത്യമായിട്ട് സേവനം ചെയ്ത് ആനന്ദം അനുഭവിക്കുന്നവരാണ് നിത്യമുക്തരെന്ന് പറയുന്നത്. തന്നെയുമല്ല, അവര് ഭഗവാന്റെ നിർദ്ദേശത്തോടെ ഇടയ്ക്ക് ഭൗതിക ലോകത്തിൽ വരികയും ചെയ്യും. ശ്രീല പ്രഭാതരെ പോലെയുള്ള പരിശുദ്ധാത്മാക്കള് അവര് ഭഗവാന്റെ നിയോഗം അനുസരിച്ചിട്ട് ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് ഈ ഭൗതിക ലോകത്തിൽ അവര് വന്നുപോയും ഇരിക്കുകയും ചെയ്യും. ഈ ജീവഗണങ്ങൾക്ക് എണ്ണമില്ല. കൃഷ്ണന്റെ മൗലിക അംശങ്ങളാണ് അവയെന്ന് കരുതപ്പെടുന്നു. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. നമ്മൾ ജീവാത്മാക്കൾ ഭഗവാന്റെ അംശമാണ്. ഭൗതിക ശക്തിക്ക് 24 രൂപഭേദങ്ങൾ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി. സൃഷ്ടിയുടെ 26 ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ശാശ്വതമായ കാലത്താൽ സൃഷ്ടി പ്രക്രിയ നടക്കുന്നു. അതായത് സമയാസമയം ഭഗവാനെ സൃഷ്ടിക്കുകയും അത് പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യും. ബഹിരംഗ ശക്തി സൃഷ്ടിജാലത്തെ ഉളവാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവീഹ്യാഷ ഗുണമയി മമമായ ദുരത്തിയ. അതായത് സൃഷ്ടി നടക്കുന്നത് ഭഗവാന് ഭൗതിക പ്രകൃതിയുടെ മയാധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം. ഞാന് ഭൗതിക പ്രകൃതിയെ വീക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സൃഷ്ടി നടക്കുന്നത്. സമയമാകുമ്പോൾ സൃഷ്ടി നടക്കും. വീണ്ടും സംഹാരത്തിന് സമയമാകുമ്പോൾ ഭഗവാൻ ഇതിനെയെല്ലാം തിരിച്ചെടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടു പോവുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ആവിഷ്കാരം ദൃശ്യമായിക്കൊണ്ടും അദൃശ്യമായിക്കൊണ്ടും തുടരുകയാണ്. അപ്പൊ ഭഗവത്ഗീതയിലെ 5 പ്രധാന വിഷയങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു. കാലം, കർമ്മം, പ്രകൃതി, ജീവാത്മാവ്, ഈശ്വരൻ എന്നീ 5 വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഭഗവത്ഗീതയില് പറയുന്നത്. ഈ 5ഉം ഭഗവാൻ കൃഷ്ണനെ ആശ്രയിച്ചിട്ടാണ് നിലകൊള്ളുന്നത്. ഈ 5ഉം ഭഗവാൻ കൃഷ്ണനെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. നിരപേക്ഷത്വത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അതായത് അഭ്യന്തര ബ്രഹ്മം, പരമാത്മാവ്, വേറെയും ഏതെങ്കിലും വിധത്തിൽ അതീന്ദ്രിയമായ ഭഗവത് സത്യയെ നിർവചിക്കുന്ന ആശയങ്ങൾ, ഇവയെല്ലാം തന്നെ പരമപുരുഷനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ പരിധിയിൽപ്പെടും. ഒറ്റ നോട്ടത്തിൽ ഭഗവാനും ജീവാത്മാവും ഭൗതിക പ്രകൃതിയും കാലവും എല്ലാം വ്യത്യസ്തങ്ങളായിട്ട് തോന്നുന്നുവെങ്കിലും ഇതെല്ലാം ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല. പക്ഷെ നമ്മള് ശ്രീ ചൈതന്യ മഹാപ്രഭു കൊണ്ടുവന്ന അചിന്ത്യ ഭേദം. നമ്മള് ഭഗവാന്റെ അംശമാണെങ്കിലും ഭഗവാന്റെ അത്രയും ഗുണങ്ങളും നമ്മളില്ല. പക്ഷെ നമ്മള് ആ ഭക്തിയുടെ സേവനം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളില് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് ഭഗവാൻ എല്ലാം തികഞ്ഞവനാണ്, ഇല്ലേ? പരിപൂർണനാണ് ഭഗവാൻ. ഭഗവാനിൽ നിന്ന് എത്രയൊക്കെ വിസ്തരണങ്ങളും അംശാവതാരങ്ങളും ഗുണാവതാരങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ പരിപൂർണനായിട്ട് തന്നെ നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ഓം പൂർണ്ണമത പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്ന് എത്ര എടുത്തു കഴിഞ്ഞാലും പൂർണ്ണത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല. അത് പരിപൂർണമായിട്ട് തന്നെ നിലകൊള്ളുന്നു. അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മളൊക്കെ വി ആർ ക്വാളിറ്റേറ്റീവ്ലി വൺ ബട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫറെന്റ്. നമ്മളെ എണ്ണത്തിൽ വ്യത്യസ്തമാണ്, ഗുണത്തിലെ ഒന്നാണ്. അതാണ് അചിന്ത്യ ഭേദ തത്വം എന്ന് പറയുന്നത്. നിരപേക്ഷ തത്വത്തിന്റെ പരിപൂർണ ജ്ഞാനം ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഈ തത്വദർശനം എന്ന് പറയുന്നത്. ഭഗവാന്റെ അതായത് ഭിന്നം എന്ന് പറഞ്ഞാല് ഭഗവാൻ സർവശക്തിമാനാണ്. അതാണ് ഭിന്ന. ഭഗവാനിൽ നിന്ന് ഭിന്നമാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ
സർവശക്തിമത്താണ്. അതാണ് ഭഗവാന്റെ പ്രത്യേകത. എല്ലാ തരത്തിലും എല്ലാത്തിന്റെയും ഉറവിടം ഭഗവാനാണ്. എല്ലാ ജ്ഞാനവും ഭഗവാനിൽ നിന്ന് വരുന്നു. സർവശക്തിയുടെയും ഉറവിടം ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാനെ എല്ലാ പാപങ്ങളുടെയും ജീവാത്മാക്കളുടെ എത്ര പാപികളായാലും ആ പാപങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കും? ഭഗവാന് സാധിക്കും. പക്ഷെ നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ട് നമുക്ക് ഭഗവാനെ ഒരിക്കലും മനസ്സിലാക്കാന് സാധിക്കില്ല. ഇവിടെ സഞ്ജയന് തന്നെ ആ ദിവ്യ ചക്ഷുസ് കിട്ടിയത് കൊണ്ടാണ് യുദ്ധകളത്തിലെ കാര്യങ്ങൾ ഭഗവാന്റെ വിശ്വരൂപമൊക്കെ കാണാനും മനസ്സിലാക്കാനും സാധിച്ചത്. ഇപ്പൊ സഹജാവസ്ഥയിലെ ശുദ്ധാത്മാവാണ് ജീവാത്മാക്കൾ എന്ന് പറയുന്നത്. അതായത് നമ്മള് യഥാർത്ഥ സ്വരൂപം ഭഗവാന്റെ നിത്യദാസനാണ്. നമ്മള് ചിന്മയ കണങ്ങളാണ് ജീവാത്മാക്കൾ എന്ന് പറയുന്നത്. അത് പക്ഷെ നമ്മള് ഈ ഭൗതികതയിൽ വന്ന് മായയുമായിട്ട് സമ്പർക്കത്തിൽ, അതായത് ത്രിഗുണങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ വന്നതുകൊണ്ടാണ് നമ്മള് മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പരമാത്മാവിന്റെ അണുപ്രായമായ ഒരു അംശം മാത്രമാണ്, ചിത്കണമാണ് നമ്മള് ജീവാത്മാക്കൾ. ശ്രീകൃഷ്ണ ഭഗവാനെ സൂര്യനോടും ജീവാത്മാക്കളെ സൂര്യപ്രകാശത്തോടും ഉപമിക്കാം. കൃഷ്ണന്റെ തടസ്ഥ ശക്തികളായ ജീവാത്മാക്കൾ ഭൗതിക ശക്തിയോടോ ആധ്യാത്മിക ശക്തിയോടോ ബന്ധപ്പെടാനുള്ള ഒരു പ്രവണത ഉള്ളവരാണ്. അതുകൊണ്ടാണ് തടസ്ഥ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ ഇടയിൽ കിടക്കുകയാണ്. അന്തരംഗ ശക്തിക്കും ബഹിരംഗ ശക്തിക്കും ഇടയിലാണ് ജീവാത്മാക്കളെ തടസ്ഥ ശക്തികൾ വരുന്നത്. നമുക്ക് ചോയ്സ് തന്നിരിക്കുകയാണ്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക് പോകണമെങ്കിൽ റൈറ്റിലേക്ക്. അതായത് അന്തരംഗ ശക്തിയുടെ വഴിയെ പോകണോ, ആധ്യാത്മിക പാതയിൽ പോയി മുന്നേറി ഭഗവത് പ്രാപ്തി കൈവരിക്കണമെങ്കിൽ അത് ചെയ്യാം. ഇല്ല, മായയുടെ നിയന്ത്രണത്തിൽ പെടണോ, അതുമാകാം. അങ്ങനെ ഇവിടെ പെട്ട് കുടുങ്ങി കിടക്കണമെങ്കിൽ അതിനുള്ള അവസരവും ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. രണ്ട് തരം ഭഗവത് ശക്തികൾക്ക് മധ്യത്തിലാണ് ജീവന്റെ നിലയെന്നും ഉത്തമ ശക്തിയിലുള്ളതാകിയാൽ അതിന് തെല്ലൊരു സ്വാതന്ത്ര്യമുണ്ടെന്നും പറയാം. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഭഗവാൻ. അല്പമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം നമ്മള് ദുരുപയോഗം ചെയ്യുകയാണ്. ഇവിടെ തന്നെ നമ്മൾ കണ്ടു ഇല്ലേ? എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം എന്താ പറഞ്ഞത്? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. അതാണ് ഭഗവാൻ. അതുപോലെ ഭഗവാൻ നമ്മളോട് ഇത് തന്നെയാണ് പറയുന്നത്. ഞാന് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഈ സൃഷ്ടിയിൽ തന്നിട്ടുണ്ട്. എന്റെ വഴിയെ വരണോ, അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. ആധ്യാത്മിക ഗുരുക്കന്മാരെ ഞാൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ല ഭൗതികതയിൽ കുടുങ്ങിക്കിടക്കണോ, ഇന്ദ്രിയ ആസ്വാദനത്തിൽ മുന്നേറണോ, അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരുന്നുണ്ട്. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. എന്നെ വേണോ, മായയെ വേണോ? അതാണ് ഭഗവാൻ പറയുന്നത്. ആ ചോയ്സ് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഏത് വഴി തിരഞ്ഞെടുക്കുന്നുവോ അതിനനുസരിച്ചിട്ട് നമുക്ക് മുന്നേറാന് നമുക്ക് സാധിക്കും. ഇവിടെ ഭഗവാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, നിർബന്ധിക്കുന്നില്ല. ഈ സ്വാതന്ത്ര്യത്തെ നമ്മള് യഥാരൂപം നമ്മൾ വിനിയോഗിച്ചാല് നമുക്ക് ഭൗതികതയിൽ നിന്ന് രക്ഷപ്പെടാന് നമുക്ക് സാധിക്കും. അങ്ങനെ ജീവാത്മാക്കൾക്ക് ഭഗവാന്റെ അജ്ഞാനവൃത്തിയാകാം, ഇല്ലെങ്കിലോ മായയുടെ അജ്ഞാനവൃത്തിയായിട്ട് ഇവിടെ ജനന മരണ ദുഃഖദോഷാനി ദർശനം അങ്ങനെ ഇവിടെ മുഴുകി കഴിയാനും സാധിക്കും. അങ്ങനെ ആനന്ദപ്രദാനത്തിന് കഴിവുള്ള സ്വാഭാവിക അവസ്ഥയിൽ എത്തിച്ചേരാനും നമുക്ക് സാധിക്കും. ജീവേര സ്വരൂപേര നിത്യേര കൃഷ്ണദാസ. നമ്മൾ ഭഗവാന്റെ വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭഗവാന്റെ നിത്യദാസൻ എന്നുള്ള പേര് സാർത്ഥകമാക്കാൻ നമുക്ക് സാധിക്കും. ഭഗവാന് നിത്യമായിട്ട് സേവനം ചെയ്യാനും ഭഗവാനോടൊപ്പം ആനന്ദം അനുഭവിക്കാനും നമുക്ക് സാധിക്കും. അപ്പം ഇതിൽ ഏകദേശം ഭഗവത്ഗീതയിൽ ഞാൻ ഒരു വിധം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗുരു മഹാരാജിന്റെ ശ്രീല പ്രഭുപാദരുടെ ഇത് പൂർത്തിയാക്കാൻ, നിങ്ങളുടെയും ഒക്കെ സന്മനസ് കൊണ്ട് പൂർത്തിയാക്കാൻ ഇത് സാധിച്ചു. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇനി നമുക്ക് ഈ അധ്യായത്തില് എന്താണ് നമ്മൾ മനസ്സിലാക്കിയതെന്ന് ഒന്നുകൂടി 78 ശ്ലോകം ഉണ്ടപ്പം ഞാൻ അതിന്റെ പോയിന്റ്സ് എഴുതി വെച്ചിട്ട് അതേ പറയാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെ മുഴുവൻ പറയാൻ പറ്റുമോ എന്നറിയില്ല. നമ്മളെ 17 അധ്യായങ്ങളിലും പലതരത്തിലുള്ള ഉപദേശങ്ങൾ അർജുനന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു ഇല്ലേ? 18ാം അധ്യായം എന്ന് പറയുന്നത് ഈ 17 അധ്യായങ്ങളുടെ ഒരു രത്ന ചുരുക്കമാണ്. 17 അധ്യായങ്ങളിൽ ഭഗവാൻ എന്ത് പറഞ്ഞു അത് വീണ്ടും ഒന്നുകൂടി 18ാമത്തെ അധ്യായത്തിൽ അത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളില് ഭഗവാൻ പറയുന്നുണ്ട് നമ്മളെ കർമ്മയോഗത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ ആണ് ഈ ഭൗതികതയിലെ ബന്ധനത്തിലാവുന്നത് എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു. അതിന്
ഇവിടെ അർജുനൻ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ടതാണ് സന്യാസത്തെ കുറിച്ച്, പരിത്യാഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ 2 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങള് അത് ഭഗവാന്റെ മറുപടിയാണത്. പരിത്യാഗം എന്താണ്, സന്യാസി ആരാണ്, അത് സത്വം, രജസ്, തമസ് ത്രിഗുണങ്ങളിൽ കൂടിയാണ് ഓരോ കാര്യങ്ങളും ഭഗവാൻ അർജുനനും നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കൾക്കും ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു അല്ലെ. ജ്ഞാനം, കർമ്മം, ദാനം, ഇതിനെ പിന്നെ സുഖം, പിന്നെ അതുപോലെ തന്നെ കർത്താവ്, ഇതെല്ലാം തന്നെ ത്രിഗുണങ്ങളെ ആസ്പദമാക്കി നമുക്ക് പറഞ്ഞു തന്നു എല്ലാ കാര്യങ്ങളും. പരിത്യാഗവും ഇതും ത്രിഗുണങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്തു. 13 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളില് കർമ്മത്തിന്റെ 5 കാരണങ്ങൾ അത് നമ്മൾ കണ്ടതാണ്. എന്താണ്? ശരീരം, അധിഷ്ഠാനം എന്ന് പറയുന്ന ശ്ലോകം, ശരീരം, ഇന്ദ്രിയങ്ങള്, പിന്നെ ജീവാത്മാക്കള്, പരമാത്മാവ്, പിന്നെന്താണ് നമ്മളുടെ അധ്വാനം, പരിശ്രമം, ഇങ്ങനെ ഉദ്യമം, ഇങ്ങനെ 5 കാര്യങ്ങൾ വേണം. ഈ 5 കാര്യങ്ങൾ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതേക്കുറിച്ച് 14ാമത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രവൃത്തി, ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്, ഇതൊക്കെ ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞെത്തുന്നു. പിന്നീട് 18 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളില് ത്രിഗുണങ്ങളെ കുറിച്ച്, അതായത് ത്രിഗുണങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, സാത്വികമായിട്ട് പ്രവൃത്തികള്, രജോഗുണികൾ ചെയ്യുന്ന പ്രവൃത്തികള്, തമോ ഗുണികളുടെ പ്രവൃത്തികള്, ഈ 3 ഗുണങ്ങളുടെയും ലക്ഷണങ്ങള്, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കി തന്നു. പിന്നീട് 20 മുതൽ 22 ജ്ഞാനം, ത്രിഗുണങ്ങളെ അടിസ്ഥാനമായിട്ടുള്ള ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. 23 മുതൽ 25 വരെ ഈ ത്രിഗുണങ്ങളെ അടിസ്ഥാനമായിട്ടുള്ള പ്രവൃത്തികൾ, 26 മുതൽ 28 വരെ ഈ പ്രവൃത്തി ചെയ്യുന്നവർ, അതായത് ത്രിഗുണങ്ങളെ ആസ്പദമാക്കി കർത്താക്കൾ, അവരെങ്ങനെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് 29 മുതൽ 32 വരെ ബുദ്ധിയെ കുറിച്ചിട്ടാണ്. സാത്വികമായിട്ടുള്ള ബുദ്ധി, രാജസികമായിട്ടുള്ള ബുദ്ധി, പിന്നെ തമോ ഗുണി ആയിട്ടുള്ള ബുദ്ധി, അവയുടെ ലക്ഷണങ്ങൾ, സാത്വികരായിട്ടുള്ളവർ എങ്ങനെയായിരിക്കും, രജോ ഗുണികൾ എങ്ങനെയായിരിക്കും, തമോ ഗുണികൾ എങ്ങനെയായിരിക്കും എന്ന് എടുത്തെടുത്ത് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് 33 മുതൽ 35 വരെ നമ്മളുടെ എന്താ പറയുന്നത്, ഡിറ്റർമിനേഷൻ, നിശ്ചയം, തീരുമാനങ്ങള്, നിശ്ചയങ്ങളും അതും ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ പൊതുവായിട്ട് പറഞ്ഞാല് രജോ ഗുണികൾ എങ്ങനെയുള്ളവരായിരിക്കും, അവര് കർമ്മഫലത്തിൽ ആസക്തരായിരിക്കും. എന്ത് ചെയ്താലും അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് രജോ ഗുണികൾ. അവര് അങ്ങേയറ്റം പോരാടാൻ, എന്തും പോരാടി നേടിയെടുക്കാൻ താല്പര്യമുള്ളൂ, അതിന് കഴിവുള്ളവരുമായിരിക്കും രജോ ഗുണികൾ. തമോ ഗുണികളാണെങ്കിലും അവര് ഊഹാപോഹങ്ങളിൽ കൂടി മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ്, അലസരാണ്, പ്രമാദം ആണ് അവരുടെ ലക്ഷണം. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഭയമുള്ളവരായിരിക്കും തമോ ഗുണികൾ. പിന്നീട് 36 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളില് ആനന്ദത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതും ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആനന്ദത്തെ കുറിച്ചിട്ട് പറയുന്നത്. അതായത് സത്വഗുണത്തില് നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ ഇപ്പൊ ആധ്യാത്മിക മാർഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അപ്പൊ നമ്മൾ വിചാരിക്കും വേണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു, നമുക്ക് തിരിച്ചു പോയാലോ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ തിരിച്ചു പോയാൽ നമ്മൾ പെട്ടു. പക്ഷെ അതിനെ വകവെക്കാതെ നമ്മൾ മുന്നേറിയാല് നമുക്ക് അവസാനം എന്ത് കിട്ടും? ആനന്ദം അനുഭവിക്കാന് നമുക്ക് സാധിക്കും. ആദ്യം അല്പം കഴിക്കുന്നതായിട്ട് തോന്നിക്കും, പക്ഷെ ആ കയ്പ് മാറി പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അത് മധുരം, മധുരതമം, പിന്നീട് മധുരതരമായിട്ട് മാറും. പിന്നീട് രജോ ഗുണത്തിലാണെങ്കിൽ ആദ്യം നമുക്ക് വളരെ നന്നായി നമുക്ക് വന്നതായി തോന്നിക്കും, മധുരം തോന്നിക്കും. രജോ ഗുണികൾക്ക് ആദ്യം വളരെ സന്തോഷമാണ് അനുഭവപ്പെടുക. പക്ഷെ പിന്നീടോ എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊന്നും നിയമനിയമങ്ങൾ പാലിക്കാൻ പറ്റില്ല, ഭഗവത്ഗീത വായിക്കാൻ പറ്റില്ല, ഭാഗവതം വായിക്കാൻ പറ്റില്ല, ഇതൊന്നും കഴിയില്ല എന്ന് തോന്നും. ഇടയ്ക്ക് വെച്ച് നിർത്തിയവർക്ക് പിന്തിരിഞ്ഞു പോകും. ആദ്യം അവർക്ക് വളരെ ഹൃദ്യമായിട്ട് അനുഭവപ്പെടും, പക്ഷെ പിന്നീട് മുന്നോട്ട് പോകുന്തോറും ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ കൈപ്പേറിയതായിട്ട് അവർക്ക് അനുഭവപ്പെടും. വിഷം കുടിക്കുന്ന മാതിരിയുള്ള അനുഭവങ്ങളാണ് അവർക്ക് ഉണ്ടാവുക. തമോ ഗുണികൾക്കാണെങ്കിലോ അവർക്ക് തുടക്കവും ഒടുക്കവും എല്ലാം ഒരുപോലെയാണ്, അജ്ഞതയാണ്. അവരുടെ ഉള്ളിലുള്ള നീചമായിട്ടുള്ള വാസനകൾ കാരണം ഒന്നിലും അവർക്ക് ആനന്ദം അനുഭവിക്കാന് സാധിക്കില്ല. അവരെന്നും അലസരായിട്ട് തന്നെ കഴിഞ്ഞുപോകും. അത്
അവരെ കൊണ്ട് അവർക്കും ഗുണമില്ല, മറ്റുള്ളവർക്കും ഗുണമില്ല എന്നുള്ള തരത്തിലുള്ളവരാണ് തപോഗുണങ്ങൾ. പിന്നീട് 41 മുതൽ 48 വരെ ഭഗവാൻ വർണ്ണാശ്രമത്തിൽ കൂടി എങ്ങനെ നമുക്ക് ശുദ്ധീകരിക്കാം, എങ്ങനെ ശുദ്ധരായി തീരാമെന്ന് പറയുന്നുണ്ട്. അതായത് 4 വർണ്ണങ്ങളുടെയും ഗുണങ്ങളെ കുറിച്ച് എടുത്തെടുത്ത് പറയുന്നുണ്ട്. പിന്നീട് 48-ലാണെങ്കിൽ നമ്മളുടെ നിയത കർമ്മങ്ങൾ, സ്വധർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അന്യന്റെ ധർമ്മങ്ങളെ തെറ്റോടുകൂടി ചെയ്യുന്നതിൽ ഭേദം നമ്മളുടെ ധർമ്മം ശരിയായ രീതിയിൽ നിർവഹിക്കുക എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ. പിന്നീട് 49-ൽ പറയുന്നു, നമ്മളുടെ അത് തന്നെയാണ് പറയുന്നത്, നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഉപമാർഗത്തിൽ കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് എങ്ങനെ പരിപൂർണത കൈവരിക്കാം എന്ന് പറയുന്നുണ്ട് 49-ാമത്തെ ശ്ലോകത്തില്. പിന്നീട് 49 മുതൽ 53 വരെ സന്യാസത്തിന്റെ പരിപൂർണത ആണ് പറയുന്നത്. വരെ. പിന്നീട് 54 മുതൽ 56 പരബ്രഹ്മ സാക്ഷാത്കാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ബ്രഹ്മഭൂതാവസ്ഥയിൽ നിന്ന് ഭക്തി മാർഗത്തിലേക്ക്, ഭക്തിയുടെ ആ തലത്തില്, ഉന്നത തലത്തിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് 56 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. പിന്നീട് 56 മുതൽ 67 വരെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. ഭക്തിയുടെ മഹത്വത്തെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകങ്ങളിൽ കൂടി ഭഗവാൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അതില് ആ ഭഗവത്ഗീതയുടെ കണ്ടന്റ്, അതായത് എന്നെ കുറിച്ച് ബോധവാനായിരുന്ന നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ വ്യക്തിജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. അതാണ് ഭഗവത്ഗീതയുടെ തത്വം തന്നെയാണിത്. ആ ബോധത്തോട് പ്രവർത്തിക്കാതെ മിഥ്യ അഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാണെങ്കിൽ നാശം. അതായത് ഭഗവാന്റെ നിർദ്ദേശങ്ങള് സർവദുർഗാണി പ്രസാദ തരിഷ്യസി, അതായത് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് നാശം അനുഭവപ്പെടും എന്ന് ഭഗവാൻ നമ്മളോട് ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട്, ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ എന്ന് ഇവിടെ പറയുന്നു. പിന്നീട് ജീവാത്മാക്കളുടെ കഴിവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ നമുക്ക് കഴിവില്ല, അത്രയ്ക്ക് നിസ്സാരരാണ് ജീവാത്മാക്കളെന്ന് ഭഗവാൻ നമ്മളോട് പറയുന്നു. പിന്നീട് പറയുന്നത് എന്താണ്? അതിരഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ് അർജുന നിനക്ക് ഞാൻ ഉപദേശിച്ചു തന്നത്. അത് എല്ലാം നിനക്ക് പറഞ്ഞതും ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ എന്നാണ് പറയുന്നത്. അർജുനനെ ഭഗവാൻ നിർബന്ധിക്കുന്നില്ല. വീണ്ടും വീണ്ടും എത്ര തവണ വേണമെങ്കിലും ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാൻ തയ്യാറാണ്. എന്നിട്ട് പറയുന്നു, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ, നൃത്തം ചെയ്യണമെങ്കിൽ ചെയ്യൂ, അല്ല ഇവിടെ വിട്ടു പോകണമെങ്കിൽ പറ്റുമോ എന്നാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് അർജുനനോട് മാത്രമല്ല നമ്മളോടും കൂടിയാണ് പറയുന്നത്. പിന്നീട് 65-ാമത്തെ ശ്ലോകം, അതായത് 9-34 ആവർത്തനമാണ്. നമസ്കുരു മാമേ വൈശ്യ സത്യന്റെ പ്രതിജാനെ പ്രിയോസിനെ. അത് ആ ശ്ലോകം എപ്പോഴും ഓർത്തിരിക്കുക. ആരെങ്കിലും ചോദിക്കുക ഭഗവത്ഗീതയിൽ നിങ്ങൾ എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഈ ശ്ലോകം പറയുക. മന്മനാഭവം മദ്ഭക്ത, ഇതാണ് ഭഗവത്ഗീതയുടെ കാതല്. പിന്നീട് അടുത്ത ശ്ലോകം എന്ന് പറയുന്നത് സർവധർമ്മ പരിത്യജ്യ. പിന്നീട് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. എവിടെ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണനുണ്ടോ, എവിടെ ധനുർധാരിയായിട്ടുള്ള അർജുനനുണ്ടോ, അവിടെ വിജയമുണ്ട്. അതായത് ഭഗവാൻ ധർമ്മത്തിന്റെ കൂടെ നിൽക്കുകയുള്ളൂ. പാണ്ഡവര് ധർമ്മികളാണ്, അവര് ധർമ്മത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്നവരാണ്. അവര് അങ്ങനെ ധർമ്മം ഉള്ളിടത്ത് വിജയമുണ്ട്. അതുകൊണ്ട് നമ്മളും ധാർമ്മികമായിട്ടുള്ള പാതയിൽ മുന്നോട്ട് പോയി ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്ത് മുന്നേറാന് നമ്മൾ പരിശ്രമിക്കണം എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഒരു ഏകദേശ രൂപം പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. സമയം കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക.
ഇതിനോടനുബന്ധിച്ച് ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. പിന്നീട് നമുക്ക് ഗീത മഹാത്മ്യമുണ്ട്. മഹാത്മ്യം കൂടി എടുത്തിട്ട് ഗീത നമുക്ക് പരിപൂർണമായിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ച് ചോദിക്കുക. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഗീത മഹാത്മ്യം കൂടി എടുത്ത് നമുക്ക് ഭഗവത്ഗീതയുടെ സമർപ്പിക്കാം. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്.